ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ചെറിയൊരു ഗ്യാപ്പിന് ശേഷം നമ്മൾ PYQ സീരീസ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ്. പ്രീവിയസ് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. കേരള സെറ്റ് ക്രാക്ക് ചെയ്യാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആവും. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓതർ ഓഫ് സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ. സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ബുക്കിൻ്റെ ഓതർ ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, കാരണം ഒരുപാട് പ്രാവശ്യം ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ എക്സാമിനും ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടും നോട്ട് ചെയ്ത് വെക്കുക. ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്: EF ഷൂമാക്കർ, ഇമ്മാനുവൽ വാലസ്റ്റൈൻ, അമർത്യ സെൻ, മെഹബൂബുൽ ഹക്ക്. കറക്റ്റ് ആൻസർ EF ഷൂമാക്കർ ആണ്. സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ, എക്കണോമിക്സ് ആസ് ഇഫ് പീപ്പിൾ മാറ്റേർഡ് എന്ന് പറയുന്ന ഈ ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത് EF ഷൂമാക്കർ ആണ്. ആൻഡ് അദ്ദേഹം ഈ ഒരു ബുക്കിൽ മെയിനായിട്ടും ഇൻഡസ്ട്രിയൽ, അതായത് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ്. ആൻഡ് അദ്ദേഹം പറയുന്നത് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ആളുകളെ, അതായത് ഹ്യൂമൻ വെൽഫെയറിനെയും അതുപോലെ എൻവയോൺമെൻറ്റിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സ്മോൾ സ്കെയിൽ ഡെവലപ്മെൻറ്റ് ആണ് എന്നുള്ളതാണ്. ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ ഈ ഒരു ബുക്ക് ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടാവാൻ കാരണമായിട്ടുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം റിപ്പീറ്റ് ചെയ്ത് വരുന്നതുകൊണ്ട്. സോ അടുത്ത എക്സാമിനും മേബി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ബുക്കും ഇതിൻ്റെ ഓതറെയും നിർബന്ധമായിട്ടും നിങ്ങൾ നോട്ട് ചെയ്ത് പോവണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. താഴെ കൊടുത്തിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, റീസോഷ്യലൈസേഷൻ ഇസ് എ പ്രോസസ് വെയർ ബൈ ആൻ ഇൻഡിവിജ്വൽ ലേൺസ് ദ കൾച്ചർ ഓഫ് എ ഗ്രൂപ്പ് വിച്ച് ഷീ ഓർ ഹീ ഇസ് എക്സ്പെക്റ്റഡ് ടു ബിക്കം എ മെമ്പർ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ആൻറ്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ ഇസ് എ പ്രോസസ് ബൈ വിച്ച് ആൻ ഇൻഡിവിജ്വൽ സ്ട്രിപ്സ് അവേ ദ ലേൺഡ് പ്രാക്ടീസസ് ആൻഡ് ലേൺസ് ന്യൂ വൺ. ആൻറ്റിസിപ്പേറ്ററി സോഷ്യലൈസേഷനും റീസോഷ്യലൈസേഷനും എന്താണെന്ന് അറിയാവുന്നവർക്ക് ഏറ്റവും ഈസി ആയിട്ട് എന്താണ് ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. സോ ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1 is true, 2 is true, both 1 and 2 are true, both 1 and 2 are false. ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബോത്ത് 1 and 2 or false. അതായത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. അതായത് അവിടെ കൊടുത്തിട്ടുള്ള ആൻറ്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ്റെ ഡെഫിനിഷൻ റീസോഷ്യലൈസേഷൻ ആണ്. അതുപോലെ റീസോഷ്യലൈസേഷൻ്റെ ഡെഫിനിഷനായിട്ട് കൊടുത്തിട്ടുള്ളത് ആൻറ്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ ആണ്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്കിവിടെ നോക്കാം എന്താണ് ആൻറ്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ. ഇറ്റ് മീൻസ് എ പ്രോസസ് ഇൻ വിച്ച് ഇൻഡിവിജ്വൽസ് ലേൺ നോംസ്, വാല്യൂസ് ആൻഡ് ബിഹേവിയർ ഓഫ് എ ഗ്രൂപ്പ് ദേ വിഷ് ടു ജോയിൻ ഇൻ ഫ്യൂച്ചർ. നമ്മൾ ഭാവിയിൽ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഗ്രൂപ്പിലേക്ക് ആ ഒരു ഗ്രൂപ്പിൻ്റെ നോംസ്, ബിഹേവിയറൽ പാറ്റേൺസ്, അവിടുത്തെ വാല്യൂസ് ഒക്കെ നമ്മൾ ലേൺ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ആൻറ്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ BEd ട്രെയിനിങ് തന്നെ നമ്മളെന്താണ് ടീച്ചേഴ്സ്, ഒരു ടീച്ചർ ആവാൻ പോവാണ്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ടീച്ചർ എങ്ങനെ ആയിരിക്കണം, കുട്ടികളോട് നമ്മൾ എങ്ങനെ പെരുമാറണം, ക്ലാസ് റൂമിൽ എങ്ങനെ ഡിസിപ്ലിൻ നിലനിർത്തണം, അതുപോലെ ലെസൺ പ്ലാൻ എങ്ങനെ ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അതിന് ഈ ഒരു ടീച്ചർ ആവാൻ അല്ലെങ്കിൽ ടീച്ചർ ആവാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ആൻറ്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി റീസോഷ്യലൈസേഷൻ എന്താണ് എന്നുള്ളത് നോക്കാം. ഇറ്റ് ഈസ് ദ പ്രോസസ് ത്രൂ വിച്ച് എ പേഴ്സൺ അബാൻഡൻസ് ഓൾഡ് ബിഹേവിയർ പാറ്റേൺസ് ആൻഡ് അഡോപ്റ്റ്സ് ന്യൂ വൺ. ഒരാൾ അയാളുടെ പഴയ ബിഹേവിയറൽ പാറ്റേൺസ് എല്ലാം ഒഴിവാക്കിയിട്ട് പുതിയത് അഡോപ്റ്റ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് റീസോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ്, ഈ ഡ്രഗ് അഡിക്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളിപ്പോൾ ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്, ഈ നമ്മൾ ഡ്രഗ് യൂസ് ചെയ്യുന്ന നമ്മളുടെ ആ ഒരു ബിഹേവിയർ പാറ്റേൺസ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒഴിവാക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡ്രഗ്സ് ഒന്നും ഇല്ലാത്ത എക്സസൈസസും യോഗ പ്രാക്ടീസൊക്കെ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഡ്രഗ് ഇല്ലാത്തൊരു പുതിയ ലൈഫിലേക്ക് നമ്മൾ പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വേർഡ് സെക്യുലർ വാസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിലേക്ക് സെക്യുലർ എന്നുള്ള വേർഡ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത് ഏത് അമെൻമെൻറ്റിലൂടെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്: 42nd അമെൻമെൻറ്റ്, 50th അമെൻമെൻറ്റ്, 28th അമെൻമെൻറ്റ്, ഗസറ്റ് നോട്ടിഫിക്കേഷൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 42nd അമെൻമെൻറ്റ് ആണ്. നമുക്കറിയാം, നമ്മുടെ പ്രിയാമ്പിൾ പറയുന്നുണ്ട് ഇന്ത്യ ഈസ് എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. സോ ഇതിൽ സോഷ്യലിസ്റ്റ് അതുപോലെ തന്നെ സെക്യുലർ എന്ന് പറയുന്ന ഈ രണ്ട് വേർഡ്സും 1976 42nd അമെൻമെൻറ്റിലൂടെയാണ് പ്രിയാമ്പിളിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ആൻഡ് സെക്യുലറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എല്ലാ റിലീജിയനെയും ഒരേപോലെ കാണാം. ഒരു റിലീജിയനോട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ഫേവറിസം കാണിക്കാൻ പാടില്ല. എല്ലാ റിലീജിയനെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുക, അതായത് ഗവൺമെൻറ് ഈക്വലായിട്ട് ട്രീറ്റ്
കമ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് സെക്യുലറിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ളത് എവല്യൂഷൻ, അക്കോമഡേഷൻ, കോമ്പറ്റീഷൻ, റെവല്യൂഷൻ എല്ലാം സോഷ്യൽ പ്രോസസ്സസ് ആണ്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കീവേഡാണ് അടുത്ത ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ സഡൻ ആൻഡ് ടോട്ടൽ ചേഞ്ച്, ദെൻ സ്ലോ ആൻഡ് ഗ്രാജുവൽ, അസോസിയേറ്റീവ്, ഡിസോസിയേറ്റീവ്. ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. സോ ഈ സോഷ്യൽ പ്രോസസ്സസും അതിൻ്റെ കീവേഡ്സും എങ്ങനെയാണ് മാച്ച് ആവുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എവല്യൂഷൻ ആണ്. എവല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൊസൈറ്റി സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോമിൽ നിന്ന് കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എവല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ചേഞ്ച് എന്താവില്ല, പെട്ടെന്ന് സംഭവിക്കില്ല. സോ എവല്യൂഷൻ എന്ന് പറയുന്നത് സ്ലോ ആൻഡ് ഗ്രാജുവൽ ചേഞ്ച് ആണ്. ദെൻ സെക്കൻഡ് വൺ അക്കോമഡേഷൻ ആണ്. അക്കോമഡേഷൻ ഒരു അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സാണ്. ബിക്കോസ് നമുക്കറിയാം അക്കോമഡേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതായത് ആളുകൾ തമ്മിൽ കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ റിസോൾവ് ചെയ്തുകൊണ്ട് പീസ്ഫുള്ളി ഒരുമിച്ച് ജീവിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ, അല്ലെങ്കിൽ എല്ലാ ആളുകളെയും ഒരേപോലെ ഇൻക്ലൂഡ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റിയൊക്കെയാണ് നമ്മൾ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അക്കോമഡേഷൻ സൊസൈറ്റിയുടെ സ്മൂത്ത് ഫങ്ഷനിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അക്കോമഡേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സാണ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ അതെന്താണ്, ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സാണ്. കാരണം കോമ്പറ്റീഷന് നമുക്കറിയാം ആളുകൾ എന്ത് ചെയ്യും, റിസോഴ്സസിനും സോഷ്യൽ സ്റ്റാറ്റസിനും ഒക്കെ വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്യും പരസ്പരം. അപ്പോൾ അതുകൊണ്ട് തന്നെ സൊസൈറ്റിയിൽ എന്ത് വരും, കോൺഫ്ലിക്ട്സ് വരും. അപ്പോൾ സൊസൈറ്റിയുടെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ഫംഗ്ഷനിങ്ങിനെ ഈ കോമ്പറ്റീഷൻ ബാധിക്കും. സോ അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ഒരു ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സാണ്. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് റെവല്യൂഷൻ. നമ്മൾ കേട്ടിട്ടില്ലേ, ഫ്രഞ്ച് റെവല്യൂഷൻ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, ഇതൊക്കെ എന്താണ്, എക്സിസ്റ്റ് ചെയ്യുന്ന, അതുവരെ എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സിസ്റ്റത്തിൽ പെട്ടെന്നുണ്ടാവുന്ന ഒരു ചേഞ്ച്, സഡൻ ആയിട്ടുള്ളൊരു ചേഞ്ച്, അതിനെയാണ് നമ്മൾ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അതുവരെ ഫ്രഞ്ച് സൊസൈറ്റിയിൽ എന്താണ്, ലൂയിസ് 16th ഒരു ഭരണം കൊണ്ട് ആളുകൾ വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു. അവരുടെ മേലെ ഒരുപാട് വലിയ വലിയ ടാക്സുകളും കാര്യങ്ങളൊക്കെ ചുമത്തപ്പെട്ടു. ദെൻ അദ്ദേഹം നല്ല രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജനങ്ങളെ. സോ എന്ത് ചെയ്തു, ജനങ്ങൾ അദ്ദേഹത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടൊരു അദ്ദേഹത്തെ ഈ ഒരു അതോറിറ്റിയിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ നിന്ന് അദ്ദേഹത്തെ ഓവർത്രോ ചെയ്തുകൊണ്ട് എന്ത് വന്നു, അവിടെ ഒരു റെവല്യൂഷൻ വന്നു. സോ എക്സിസ്റ്റ് ചെയ്തിരുന്ന ആ ഒരു സിസ്റ്റത്തിൽ എന്ത് വന്നു, പെട്ടെന്ന് ഒരു ചേഞ്ച് വന്നു. അതിനെയാണ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേഴ്സ്റ്റൺ സ്കെയിൽ ഇസ് എൻ എക്സാമ്പിൾ ഫോർ. തേഴ്സ്റ്റൺ സ്കെയിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനാണ് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ സാധിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ആപ്റ്റിറ്റ്യൂഡ് സ്കെയിൽ, സോഷ്യൽ ഡിസ്റ്റൻസ് സ്കെയിൽ, ആറ്റിറ്റ്യൂഡ് സ്കെയിൽ, നൺ ഓഫ് ദ അബവ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ആറ്റിറ്റ്യൂഡ് സ്കെയിലാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ മെഷർ ചെയ്യാനാണ് തേഴ്സ്റ്റൺ സ്കെയിൽ യൂസ് ചെയ്യുന്നത്. ലൂയി തേഴ്സ്റ്റൺ എന്ന് പറയുന്ന ആളാണ് ഈ ഒരു സ്കെയിൽ ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ റിസർച്ചിൻ്റെ ഒക്കെ ഭാഗമായിട്ട് പല ആളുകൾക്കും നമ്മൾ ക്വസ്റ്റ്യനെയർ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ താഴെയുള്ള ഓപ്ഷൻസിൽ നമുക്ക് കാണാം ഫേവറബിൾ ആയിട്ടുള്ളൊരു ആൻസറിൽ നിന്ന് മോസ്റ്റ് അൺഫേവറബിൾ ആയിട്ടുള്ളൊരു ഒരു ആൻസറിലേക്ക് പോകുന്ന ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ളൊരു, നമ്മുടെ ചോയ്സിനനുസരിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് അതിൽ നിന്ന് തിരഞ്ഞെടുക്കാം. അപ്പോൾ അതിനാണ് ആറ്റിറ്റ്യൂഡ് സ്കെയിൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ റിസർച്ച് ടോപ്പിക്ക് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്നുള്ളതാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്, നമ്മൾ ഈ പറയുന്ന ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ ഈസ് യൂസ്ഫുൾ, ഓൺലൈൻ എഡ്യൂക്കേഷൻ ഈസ് വെരി എഫക്റ്റീവ്, ഓൺലൈൻ എഡ്യൂക്കേഷൻ ഈസ് കംപ്ലീറ്റ്ലി യൂസ്ലെസ്, ഇങ്ങനെ പറയുന്ന 3 സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, നമുക്ക് അത് റെസ്പോണ്ടൻറ്റ്, അതായത് അത് ഫില്ല് ചെയ്യുന്ന റെസ്പോണ്ടൻറ്റിന് എന്ത് ചെയ്യാം, ഇഷ്ടമുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ചോയ്സിനനുസരിച്ചുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത് നമ്മുടെ എന്താണ് കാണിക്കുന്നത്, നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫോർമൽ സോഷ്യൽ കൺട്രോൾ ഈസ് ദ മേജർ ഫോം ഓഫ് സോഷ്യൽ കൺട്രോൾ ഇൻ മോഡേൺ സൊസൈറ്റീസ്. ദർ ആർ സ്പെസിഫിക് ഒഫീഷ്യൽസ് ടു എൻഫോഴ്സ് ഫോർമൽ സോഷ്യൽ കൺട്രോൾ. ദർ ഇസ് നോ പണിഷ്മെൻറ്റ് ഫോർ ദ വയലേഷൻ ഓഫ് ഫോർമൽ സോഷ്യൽ കൺട്രോൾ. ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത്, അല്ലെങ്കിൽ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കാവുന്നതാണ്.
കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. നമുക്കറിയാം സോഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് സൊസൈറ്റിയുടെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ സ്മൂത്ത് ഫങ്ഷനിങ് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് ആളുകളുടെ ബിഹേവിയറിനെ റെഗുലേറ്റ് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഈ സോഷ്യൽ കൺട്രോൾ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ഫോർമൽ സോഷ്യൽ കൺട്രോളാണ്, അതായത് നമ്മുടെ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ലോ, പോലീസ്, കോർട്ട് ഇത്തരത്തിലുള്ള ഏജൻസീസാണ് ഫോർമലി എന്ത് ചെയ്യുന്നത്, സോഷ്യൽ കൺട്രോളിങ് ഏജൻസീസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. കാരണം ആരെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കോർട്ട് അവരെ പണിഷ് ചെയ്യും എന്നുള്ളത്. ദെൻ സെക്കൻഡ് വൺ ആണ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ. അതായത് ഈ പറയുന്ന സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ചില നോംസ്, വാല്യൂസ്, റൂൾസ്, അതുപോലെ നമ്മുടെ ഫാമിലി, നമ്മുടെ നൈബർഹുഡ്, നമ്മുടെ പിയേഴ്സ്, ഇവരൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഈ പറയുന്ന തെറ്റായ രീതിയിലേക്ക് പോകുമ്പോൾ അവർ നമ്മൾ എന്ത് ചെയ്യും, കൺട്രോൾ ചെയ്യും, അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ചെയ്യും. അതിനെയാണ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. ദെൻ ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുന്നത് ഫോർമൽ സോഷ്യൽ കൺട്രോളിനെ കുറിച്ചാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്, മോഡേൺ സൊസൈറ്റിയിൽ മെയിനായിട്ടും സൊസൈറ്റിയെ ഡയറക്റ്റ് ചെയ്യുന്നത് ഫോർമൽ സോഷ്യൽ കൺട്രോളിങ് ഏജൻസീസ് ആണ്, അല്ലേ? നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റിയെ ഗൈഡ് ചെയ്യുന്നത് ഈ പറയുന്ന ലോയും കോർട്ടും അതുപോലെ പോലീസും ഒക്കെയാണ്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്, ഫോർമൽ സോഷ്യൽ കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഫോർമൽ സോഷ്യൽ കൺട്രോൾ നടപ്പിലാക്കാൻ എന്തുണ്ട്, ചില സ്പെഷ്യൽ ഓഫീസേഴ്സാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫോർമൽ സോഷ്യൽ കൺട്രോൾ എൻഫോഴ്സ് ചെയ്യുന്നത്. കറക്റ്റാണ്, അല്ലേ? ഒരു ആൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കോർട്ട് അവരെ പണിഷ് ചെയ്യും. അവർക്കുള്ള പണിഷ്മെൻറ്റ് ആരാണ് നടപ്പിൽ വരുത്തുന്നത്, അതിന് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള അതോറിറ്റീസാണ് അല്ലെങ്കിൽ ഓഫീസേഴ്സാണ്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ദെൻ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ലോസോ കാര്യങ്ങളൊക്കെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പണിഷ്മെൻറ്റ് കിട്ടുന്നില്ല. ഫോർമൽ സോഷ്യൽ കൺട്രോളിൽ അങ്ങനെ ഒരു വയലേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പണിഷ്മെൻറ്റ് ഇല്ല എന്നാണ് പറയുന്നത്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, റോങ് ആണ്. ആരെങ്കിലും റൂൾസ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് എന്ത് കിട്ടും, പണിഷ്മെൻറ്റ് കിട്ടും. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. Next question. The central government appointed K. Sandhanam Committee in 1962 to recommend various measures for. 1962 സന്താനം കമ്മിറ്റിയെ എന്തിനു വേണ്ടിയിട്ടാണ് സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ, ഇറാഡിക്കേഷൻ ഓഫ് ഇല്ലിറ്ററസി, ഇറാഡിക്കേഷൻ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, ഓൾ ഓഫ് ദ എബവ്. കറക്റ്റ് ആൻസർ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആണ്. 1962 സെൻട്രൽ ഗവൺമെൻറ് കെ സന്താനം കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലുള്ള കറപ്ഷനെ കുറിച്ച് പഠിക്കാനും അതുപോലെ തന്നെ അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് സജസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. ദെൻ പിന്നീട് വന്നിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഒക്കെ ആൻറ്റി കറപ്ഷൻ പോളിസീസിൽ അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷൻ്റെ നല്ല രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷൻ്റെ ബേസിലായിരുന്നു പിന്നീട് വന്നിട്ടുള്ള ആൻറ്റി കറപ്ഷൻ പോളിസീസൊക്കെ അവർ കൊണ്ടുവന്നിട്ടുള്ളത്, ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ്. താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതാണ് കറക്റ്റ് അല്ലെങ്കിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, മീൻ ഈസ് എ മെത്തേഡ് ഓഫ് സെൻട്രൽ ടെൻഡൻസി വിച്ച് ടേക്സ് ഓൾ ഐറ്റംസ് ഇൻ ടു അക്കൗണ്ട്. Mean is highly influenced by extreme items. No further algebraical treatment is possible in mean. കറക്റ്റ് ആൻസർ സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉം ആണ്. നമുക്ക് ഇനി കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെയൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്, മീൻ ഈസ് എ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ദാറ്റ് ടേക്സ് ഓൾ ഐറ്റംസ് ഇൻ ടു അക്കൗണ്ട്. നമുക്കറിയാം മീൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡാറ്റാ സെറ്റിൻ്റെ ഒരു ആവറേജ് വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മീൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ 2, 4, 6 എന്ന് പറയുന്ന ഒരു ഡാറ്റാ സെറ്റാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മീൻ കാണാൻ വേണ്ടിയിട്ട് 2 + 4 + 6 ആദ്യം നമ്മൾ കാണും. ദെൻ എന്ത് ചെയ്യും, ടോട്ടൽ ആ ഡാറ്റാ സെറ്റിലുള്ള ടോട്ടൽ നമ്പറിന് എത്ര നമ്പേഴ്സ് ഉണ്ട് ഈ ഒരു ഡാറ്റാ സെറ്റിൽ, 3 അല്ലേ, 2, 4, 6. സോ 3 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ടോട്ടലിന് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഡാറ്റാ സെറ്റിലുള്ള നമ്പർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മീന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാ സെറ്റിലെ എല്ലാ വാല്യൂസിനെയും അത് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാ ഐറ്റംസിനെയും അത് കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, കറക്റ്റാണ്.
ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്, മീൻ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഡാറ്റ സെറ്റിൽ വളരെ വലിയൊരു വാല്യൂ അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം ആയിട്ടുള്ളൊരു വാല്യൂ ഉണ്ടെങ്കിൽ അത് ആ മീനിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറിൽ എന്താണ് വലിയൊരു ചേഞ്ച് വരുത്തും. ഫോർ എക്സാമ്പിൾ 246 എന്ന് പറയുന്ന ഒരു ഡാറ്റ സെറ്റിൽ നമ്മൾ അടുത്തൊരു നമ്പറായിട്ട് 100 ആണ് കൊടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ ചെയ്ത് മീൻ കാണുമ്പോൾ എന്താണ് ആദ്യം കണ്ടതിൽ നിന്ന് നമുക്ക് എന്താണ് പിന്നെ കിട്ടുന്ന ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് നല്ല മാറ്റം ഉണ്ടായിരിക്കും. അതിനെയാണ് പറയുന്നത് എക്സ്ട്രീം വാല്യൂസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് മീനിനെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. ദെൻ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് മീനിൽ ഫർദർ ആൽജിബ്രിക് കാൽക്കുലേഷൻ അല്ലെങ്കിൽ മാത്സ് കാൽക്കുലേഷൻ പോസിബിൾ അല്ല എന്നുള്ളതാണ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, റോങ് ആണ്. ബിക്കോസ് നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡാറ്റ സെറ്റിലുള്ള എല്ലാ നമ്പേഴ്സിനെയും എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മീനിൽ എന്താണ് ഫർദർ കാൽക്കുലേഷൻസ് പോസിബിൾ ആണ്. പക്ഷേ മീഡിയനും മോഡും ആകുമ്പോൾ നമ്മൾ എന്താണ് അവിടെ ഒരു ഒറ്റ വാല്യൂ മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മീഡിയൻ ആയാലും മോഡായാലും അവിടെ എന്ത് ചെയ്യുന്നില്ല, ഫർദർ കാൽക്കുലേഷൻസ് പോസിബിൾ അല്ല. പക്ഷേ മീൻ എല്ലാ നമ്പേഴ്സിനെയും കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് തന്നെ, ഒരു ഡാറ്റ സെറ്റിൽ എല്ലാ നമ്പേഴ്സിനെയും കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫർദർ കാൽക്കുലേഷൻസ് പോസിബിൾ ആണ്. സോ നമ്മളിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വരുന്ന വീഡിയോസിലും ഈ ഒരു സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. സോ കീപ് വാച്ചിങ് ആൻഡ് ഫോളോ ഫോർ മോർ ക്ലാസ്സസ്.